നെക്സ്റ്റ് ഈസ് എ മൈനസ് ഐ എഫക്റ്റ്. ഏതൊക്കെ ഗ്രൂപ്പുകളാണ് മൈനസ് ഐ എഫക്റ്റ് ഷോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് നൈട്രോ ഗ്രൂപ്പ്, സൈനോ ഗ്രൂപ്പ്, aldehyde group, that is C double bond H. This is aldehyde and this is ketone and this is acid. Then halogens, fluorine, chlorine, bromine, iodine. Then epoxy group, then alcohol, then benzene, and the last is a hydrogen. Hydrogen we are taking as a reference. Then minus I effect of hydrogen is usually taken as 0. So this is a decreasing order of minus I effect. അല്ലെങ്കിൽ മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളെ നമ്മൾ ഡിക്രീസിങ് ഓർഡറിൽ എഴുതിയിരിക്കുന്നതാണ് ഇത്. അതിൽ നൈട്രോ ഗ്രൂപ്പ് NO2 ഗ്രൂപ്പാണ്. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഇതിനാണ്, നൈട്രോ ഗ്രൂപ്പിനാണ്. ദെൻ സൈനോ, ദെൻ ആൽഡിഹൈഡ്, കീറ്റോൺ, ആസിഡ്, ദെൻ ഹാലജൻസ്. നമുക്കറിയാം ഹാലജൻസിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏതിനാണ്? ഫ്ലോറിൻ അല്ലെ. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അങ്ങനെയാണ് നമ്മുടെ സീരീസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് കിടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത് ഏതിനാണ്? ഫ്ലോറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത്. ഈ ഓർഡർ നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. സോ ദിസ് ആർ ദ ഗ്രൂപ്പ്സ് ഷോയിങ് മൈനസ് ഐ എഫക്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ മൈനസ് ഐ ഗ്രൂപ്പുകൾ നമ്മുടെ അസിഡിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം. ദാറ്റ് ഈസ് എഫക്ട് ഓഫ് മൈനസ് ഐ ഗ്രൂപ്പ് ഓൺ ദ അസിഡിറ്റി ഓഫ് ആലിഫാറ്റിക് ആസിഡ്. അതായത് എങ്ങനെയാണ് മൈനസ് ഐ ഗ്രൂപ്പുകൾ അസിഡിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ അസിഡിറ്റി? എങ്ങനെയാണ് നമ്മുടെ രണ്ട് ആസിഡുകളുടെ അസിഡിറ്റിനെ കമ്പയർ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് നമുക്കൊരു ആസിഡിനെ എഴുതാം, CH3COH. ഇത് ഒരു ആലിഫാറ്റിക് ആസിഡാണ്. നമ്മൾ പറയുന്നത് എഫക്ട് ഓഫ് മൈനസ് ഐ ഗ്രൂപ്പ് ഓൺ ദ അസിഡിറ്റി ഓഫ് ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡാണ്. അതായത് ആലിഫാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ചെയിൻ ആയിട്ടുള്ളതിനെയാണ് ആലിഫാറ്റിക് എന്ന് പറയുന്നത്. സൈക്ലിക് ആയിട്ടുള്ളത് ആരോമാറ്റിക് കോമ്പൗണ്ടുകളാണ്. ദെൻ ദിസ് ഈസ് CH3COH, ലോങ് ചെയിൻ കോമ്പൗണ്ട് ആണ്, ആലിഫാറ്റിക് ആസിഡ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആസിഡാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് അസിറ്റിക് ആസിഡ്. എങ്ങനെയാണ് അസിറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് H പ്ലസ് CH3CO-. ഇതിനെയാണ് നമ്മൾ അസറ്റേറ്റ് ആയെന്ന് പറയും. സോ എങ്ങനെയാണ് ഒരു സബ്സ്റ്റൻസ് നമ്മൾ ആസിഡ് ആണെന്ന് പറയുന്നത്? H+നെ വിട്ടുകൊടുക്കാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ അസിഡിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇലക്ട്രോൺസിന്റെ ടേമിലും പറയാം, പ്രോട്ടോണ് റിലീസ് ചെയ്യുന്ന ടേംസിലും നമുക്ക് പറയാം. നമ്മളിവിടെ പറയുന്നത് H+നെ റിലീസ് ചെയ്യുന്ന ടേംസിലാണ്. വാട്ട്സ് മീൻ ബൈ ആസിഡ്? ദിസ് എബിലിറ്റി ടു ഡൊണേറ്റ് H+ അയൺ. എബിലിറ്റി ടു ഡൊണേറ്റ് H+ അയൺ മാത്രമാണ് അസിഡിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? അല്ല, ഉണ്ടാകുന്ന കോൺജുഗേറ്റ് ബേസ്, ഇതിനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. അതായത് ഈ ആസിഡിൽ നിന്ന് H+നെ റിലീസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാം, അല്ലെങ്കിൽ ആ സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് പറയാം? കോൺജുഗേറ്റ് ബേസ് എന്ന് പറയും. കോൺജുഗേറ്റ് ബേസ് എന്ന് പറയും. Suppose we are comparing two acids, that is acetic acid and formic acid. എങ്ങനെയാണ് അസിഡിറ്റി കൂടുതലുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഏതാണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാം. ആ ഒരു കോണ്ടസ്റ്റിലാണ് ഈ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റിയും കൂടി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് ഈ കോൺജുഗേറ്റ് ബേസ്, ഉണ്ടാകുന്ന കോൺജുഗേറ്റ് ബേസ് എത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കുന്നോ അത്രത്തോളം അസിഡിറ്റി കൂടുതലായിരിക്കും. ഇവിടെ നോക്കാം, ഇവിടെ ഉണ്ടായിരുന്ന കോൺജുഗേറ്റ് ബേസ് അതാണ് CH3CO-. അതായത് അസറ്റേറ്റ് അയണാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന കോൺജുഗേറ്റ് ബേസ്. അസറ്റേറ്റ് അയൺ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് CH3CO-. ദിസ് ഇസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ സ്റ്റെബിലിറ്റി പറയുന്ന സമയത്ത് കൂടുതൽ ചാർജ് ആണെന്ന് വിചാരിക്കാം. ന്യൂട്രൽ സ്പീഷീസിനെയും അല്ലെങ്കിൽ ചാർജ്ഡ് സ്പീഷീസിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ചാർജ്ഡ് സ്പീഷീസ് എന്തായിരിക്കും? ക്വൈറ്റ് അൺസ്റ്റേബിൾ ആയിരിക്കും. നമ്മളിവിടെ അസറ്റേറ്റ് അയൺ എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ആ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് നമ്മൾ ന്യൂട്രൽ കോമ്പൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ സ്പീഷീസിനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ
ഈ നെഗറ്റീവ് ചാർജിനെ ഇന്റൻസിറ്റി കുറയ്ക്കുന്ന ഏതൊരു ഫാക്ടറും അസിഡിറ്റിനെ കൂട്ടും. അതായത് ഈ CH3COO- എന്ന് പറയുന്നതിന് നെഗറ്റീവ് ചാർജ് കൂടുതലാണ്. ഈ നെഗറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റിനെ കുറയ്ക്കുന്ന ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഈ അസറ്റേറ്റ് അയോണിലേക്ക് അറ്റാച്ച് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെഗറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റി കുറയും. അവിടെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ദെൻ കോമ്പൗണ്ട് വിൽ ബി മോർ സ്റ്റേബിൾ. സാധാരണ ന്യൂട്രൽ കോമ്പൗണ്ടുകളും നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് സ്പീഷീസും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്? ന്യൂട്രൽ സ്പീഷീസ് ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. സോ ദിസ് ഈസ് ക്വൈറ്റ് അൺസ്റ്റേബിൾ. നമ്മൾ ഈ അസറ്റിക് ആസിഡിലേക്ക് ഏതെങ്കിലും ഒരു സപ്പോസ് CH2Cl ഒരു ക്ലോറിൻ അറ്റാച്ച് ചെയ്തെന്ന് വിചാരിക്കുക. ക്ലോറിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു -I ഗ്രൂപ്പാണ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഈ ക്ലോറിൻ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ദെൻ COO- എന്ന് പറയുന്നതിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദ മോളിക്യൂൾ വിൽ ബിക്കം മോർ സ്റ്റേബിൾ. അതാണ് എഫക്റ്റ് ഓഫ് -I ഗ്രൂപ്പ് ഓൺ ദ അസിഡിറ്റി ഓഫ് ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്. അതായത് -I ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, -I ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ് -I ഗ്രൂപ്പ്. ദെൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താണ്? അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. കോമ്പൗണ്ട് എന്തായിരിക്കും? മോർ സ്റ്റേബിൾ ആയിരിക്കും. നമുക്കൊന്നും കൂടി എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ FCH2COH. That is ഫ്ലൂറോഅസറ്റിക് ആസിഡ്. ഇവിടെ അസറ്റിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? CH3COH. അതിലെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് നമ്മൾ അതിനെ എന്താണ്? ഫ്ലൂറിൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Then this is a fluoroacetic acid. Then next ഏതാ? Fluoroacetic acid, bromoacetic acid. Next is iodoacetic acid. ഇതാണ് 4 ഹാലജൻസ്. ഈ 4 ഹാലജൻസിൽ എടുക്കുമ്പോൾ ഏതിനാണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആയിട്ടുള്ളത്? ഫ്ലൂറിനാണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. ദെൻ ഏതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്? അല്ലെങ്കിൽ ഏതിനായിരിക്കും കൂടുതൽ ആസിഡിറ്റി ഉള്ളത്? നമുക്ക് നോക്കാം. ഫ്ലൂറോഅസറ്റിക് ആസിഡ് FCH2COH. ഇതിലെ ഹൈഡ്രജന് വിട്ടുകൊടുത്തിട്ടുണ്ടാവുന്ന സ്പീഷീസ് ഏതാണ്? FCH2CO- ആൻഡ് ദിസ് ഈസ് ഹൈഡ്രജൻ. ഇവിടെ എന്താ ഉണ്ടാവുക? ഫ്ലൂറിൻ ഇതിന്റെ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഫ്ലൂറിൻ ഈ CO- ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഈ 4 സ്പീഷീസിലും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്നത് ഏതാണ്? ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്നത്. ദെൻ എന്താണ് ഉണ്ടാവുക? ഈ നെഗറ്റീവ് ചാർജ് ഏറ്റവും കൂടുതൽ ഡിസ്പേഴ്സ് ചെയ്യുന്നത് ഏതിലായിരിക്കും? FCH2COH എന്ന് പറയുന്ന കോമ്പൗണ്ടിലായിരിക്കും. Then we can say this is most acidic in nature. ഇവിടെ നോക്കാം. H+-, 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 then H+-. ഇതാണ് 4 കോൺജുഗേറ്റ് ബേസിൽ നിന്നുണ്ടാവുന്നത് H+നെ വിട്ടുകൊടുത്തുകൊണ്ട്. Then we can say acidity of 1 is greater than 2 is greater than 3 is greater than 4. Then